ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് മനുഷ്യൻ വിധി നിർണയിക്കരുത്. ഏത് സാഹചര്യത്തിലും, ഏത് സമയത്തും, ഏത് നിമിഷത്തിലും ദൈവം ഇടപെടും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വിശ്വാസം ഉണ്ടായിരിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീ എത്ര വർഷങ്ങളായി നിരാശ തളം കെട്ടി നിൽക്കുകയാണ്. അവൾക്കൊരു തൊട്ടാൽ മാത്രം മതി, ദൈവം ഇടപെടുകയാണ്. ഭരണാധികാരിയുടെ മകള് മരിച്ചു കഴിഞ്ഞു. അത്രയും നാള് വേദനയോടുകൂടി പല വൈദ്യന്മാരുടെ അടുത്തും ഈ കൊണ്ടുപോയിട്ടുണ്ടാകും. മരണത്തിന് ശേഷമാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങൾ, അതുപോലെ നമ്മളത് ഉള്ളിലിപ്പോൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ നിരാശപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. കുടുംബത്തിലെ ചില വ്യക്തികളുടെ മദ്യപാനാകാം, അല്ലെങ്കിൽ വിവാഹം നടക്കാത്തതാകാം, അല്ലെങ്കിൽ രോഗാവസ്ഥകളാകാം. നമ്മൾ വിധിക്കരുത്, ഇനി ദൈവം എന്നെ തൊടില്ല, ദൈവം ഇടപെടില്ല എന്ന് വിധിക്കരുത്. ദൈവം ഏത് സമയത്തും ഇടപെടാം. നമ്മൾ അത്രയും ചെയ്യാൻ മതി. വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുക, വിശ്വാസത്തോടെ, അത് നഷ്ടപ്പെടാതെ ദൈവത്തെ കണ്ണുനീരോടെ വിളിച്ചാൽ മാത്രം മതി. ഇതാണ് ഇന്ന് രക്തസ്രാവക്കാരി ചെയ്തത്, ആ ഭരണാധികാരിയും ചെയ്തത്. വിശ്വാസത്തോടെ നിന്നു. അവിടെ കുറച്ച് പേര് ചിരിച്ചു, അതുപോലെ കുറേ പേര് അവനെ കളിയാക്കി. അപ്പോൾ യേശു പറഞ്ഞു, ഇവരൊക്കെ മാറ്റി. നമ്മളിങ്ങനെ കളിയാക്കുന്നവരും അതുപോലെ നമ്മൾ കുറ്റപ്പെടുത്തുന്നവരും കുറേ പേര് അവിടെ ഉണ്ടാവും, നമ്മുടെ അയൽവക്കക്കാരായിട്ട്, ബന്ധുമിത്രാദികളായിട്ട്. ഇനി ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കുണ്ടാകേണ്ടത് അടിയുറച്ചൊരു വിശ്വാസം. എൻ്റെ ദൈവം ഏത് സമയത്ത് ഇടപെട്ടിരിക്കും. അവന് എന്നെ സ്നേഹം, അവനെന്നോട് എന്നെ ഇഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക.